ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രവിയും ശ്രീകാന്തും വർഷയും രേവതിയും ഒക്കെ ഇരുന്ന് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന ആ രീതികളെല്ലാം നമ്മുടെ ശ്രീകാന്ത് ചെയ്യണം. അപ്പോൾ ശ്രീകാന്തിന് കണ്ടില്ലേ, അവൻ്റെ ഒരു കുക്കിംഗ് കണ്ടില്ലേ, അവൻ ഒടുക്കത്തെ ഷെഫ് തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനിട്ട് അങ്ങോട്ട് കളിയാക്കുകയാണ്. അതെ കൂടുതൽ കളിയാക്കാതെ എനിക്ക് പൊയ്ക്കണ്ടേ, ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴേ നിങ്ങൾ ഇത് തന്നെ പറയണേ, എൻ്റെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് തന്നെ നിങ്ങൾ കഴിക്കണം. അങ്ങനെ വെള്ളത്തിലേക്ക് കുറച്ച് ഗ്രാമ്പും പട്ടയും ഒക്കെ ഇങ്ങനെ തിളപ്പിക്കുക. അപ്പോൾ ബിരിയാണിയുടെ ആ എസൻസൊക്കെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മണം തന്നെ അങ്ങോട്ട് വീശുകയാണ്. അപ്പോൾ ശ്രുതിയും ഒക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അവർ ഈ മണം കേട്ട് അങ്ങോട്ട് ചാടി എണീക്കുകയാണ്. ശ്രുതി, ദേ ബിരിയാണിയുടെ മണം ശ്രുതി, എൻ്റെ ദൈവമേ, വായിൽ വെള്ളം ഊറുന്നു ശ്രുതി, ഇത്രയ്ക്ക് നല്ല മണോ ബിരിയാണിക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും മണം പിടിച്ചിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അമ്മയും ഇവിടെ ഇരുന്ന് ബിരിയാണി തിന്നുകയായിരുന്നു. അമ്മേ, എന്താടാ? അല്ല, ഞങ്ങളും ബിരിയാണിയുടെ മണം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. അയ്യോ, എന്ത് ചെയ്യാൻ പറ്റും അമ്മേ, ഏതായാലും നമുക്കൊന്നും കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, വ്രതമല്ലേ വ്രതം. അവൻ്റെ ഒടുക്കത്തൊരു വ്രതം, നീ കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിലേ ഞാൻ ബിരിയാണിയൊക്കെ അടിച്ച് പൊളിച്ച് കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാനായിരുന്നു. അവൻ്റെ ഒരു വ്രതം, കൂടോത്രം കാര്യങ്ങളായിട്ട് അവൻ വന്നിരിക്കുകയാണ്, മനുഷ്യനെ ചുമ്മാ മെനക്കെടുത്താൻ വേണ്ടി എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, ശ്രുതി, എന്തായാലും ശ്രുതിയോട് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ. എന്ത് നന്ദി? അല്ല, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എൻ്റെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാവോ എന്നിങ്ങനെ പറയാണ്. ഏതായാലും നിങ്ങൾക്കല്ലേ വ്രതമുള്ളൂ, എനിക്ക് വ്രതമൊന്നുമില്ലല്ലോ, എനിക്ക് ബിരിയാണി കഴിക്കാം. ശ്രുതി, നിനക്ക് ഞങ്ങളോടൊപ്പം ഒന്ന് വ്രതം എടുത്തൂടെ? എന്തിന്? അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഒപ്പം വ്രതം എടുക്കുന്നത് എന്തിനാണ്? ശ്രുതി എൻ്റെ പേരല്ലല്ലോ പറഞ്ഞത്. എൻ്റെ പൊന്നു ശ്രുതി, നീ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് നിൽക്കാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് റൈസ് ഇടുകയാണ്, റൈസിൻ്റെ മേളിലേക്ക് കുറച്ച് ചിക്കനൊക്കെ ഇടുകയാണ്, ചിക്കൻ ഇട്ട് അതിൻ്റെ മേളിലേക്ക് വീണ്ടും റൈസ് ഇടുകയാണ്. റൈസൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് പതിയെ ഇടാൻ പറയണം. പതിയെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ വർഷയ്ക്കും രേവതിക്കും ആണെങ്കിലും മണം കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി, നല്ല മണമല്ലേ ചേച്ചി, ദൈവം ഇത് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചിയാണെങ്കിൽ അതെ അടിപൊളി മണം. അപ്പോൾ രവിയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇളക്കുക. അതിനുശേഷം ബിരിയാണി എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് അതിൻ്റെ പുറത്ത് 2 ഇഷ്ടികയും വെച്ച് കുറേ തീക്കനലും വാരിയിടുകയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു പുകച്ചകയും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രുചി തന്നെ ബിരിയാണിക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ ചെയ്യുക. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നമ്മുടെ ഷെഫ് ശ്രീകാന്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ ഈ ബിരിയാണി അടിപൊളി, ബിരിയാണി റെഡിയാവുക. അങ്ങനെ ബിരിയാണി എനിക്ക് ചിരിച്ച് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ വർഷയ്ക്കും അതേപോലെ തന്നെ രേവതിക്കൊക്കെ കൊടുക്കുകയാണ്. അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി ഇതെല്ലാവർക്കും വിളമ്പണ്ടേ. എടാ അതുപോലെ തന്നെ നീ ഇത്രയും ബിരിയാണി ഉണ്ട്, ഇതെല്ലാം വേസ്റ്റ് ആവൂലേ, നീ ഓർഡർ ചെയ്തവർക്കൊക്കെ കൊണ്ട് കൊടുക്കാൻ നോക്കുക. അച്ഛാ, അതിനെ ഓർഡർ ചെയ്യാൻ വേണ്ടി എന്തിനാണ് അച്ഛൻ ഞാൻ കൊണ്ട് കൊടുക്കുന്നത്? നമുക്ക് ആദ്യം തിന്നണം, ഓർഡർ ചെയ്യാനുള്ള ഞാൻ വണ്ടി വിളിച്ചോളാം, എന്നിട്ട് കൊണ്ട് കൊടുത്തോളാം. എടാ, എന്നാലും ബാക്കിയോളാം, അതിനല്ല ഒരു ജീപ്പായിട്ട് തന്നെ വരും ഈ ബിരിയാണി കൊണ്ടുപോകാനായിട്ട്. പിന്നെ എന്താണ് അച്ഛൻ ടെൻഷൻ അടിക്കാനുള്ളത്? എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പാഴ്സലാക്കി വെക്കണം, ബാക്കി നമുക്കും കഴിക്കാമെന്ന് പറയണം. അതേതായാലും നന്നായി, രേവതി മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്. എടാ, എടുത്തോടാ, പൊക്കി എടുത്തോ ബിരിയാണി ചെമ്പ് എന്നും പറഞ്ഞുകൊണ്ട് പൊക്കി എടുത്തിട്ട് നേരെ ഹാളിൽ തന്നെ കൊണ്ടുവെക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയൊക്കെ അവിടെ അങ്ങനെ നിൽക്കുക, ശ്രുതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊതിച്ചിട്ട് ഒരു രക്ഷയില്ല, എന്ത് ചെയ്യാനായിട്ട്, എല്ലാം കൊതിയോടെ നോക്കി നിൽക്കുക, അത്രയും മാത്രമേ ഉള്ളൂ, അല്ലാതെ കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ എടുക്കച്ചാ പ്ലേറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയൊക്കെ പ്ലേറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും പ്ലേറ്റും കൊണ്ട് വരിക. പ്ലേറ്റും കൊണ്ട് വന്നിട്ട് ബിരിയാണി അങ്ങോട്ട് വിളമ്പുക. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എൻ്റെ ദൈവമേ, അടിപൊളി ചിക്കനാട്ടോ, നല്ല ചിക്കൻ പീസുകളാണ് കിട്ടിയിരിക്കുന്നത്. രേവതി, നീ എവിടെ നിന്നാണ് ചിക്കൻ മേടിച്ചതെന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ പേരൊന്നും അറിയില്ല സച്ചിയേട്ടാ, പക്ഷെ നല്ല കടയാണ്, നല്ല അടിപൊളി ചിക്കൻ തന്നെ കൊടുക്കണം, ഇനി നമുക്ക് മേടിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ചിക്കൻ മേടിച്ചാൽ മതി എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ
വിളമ്പാണ്, സച്ചിക്ക് കൊടുക്കുകയാണ്, വർഷയ്ക്ക് കൊടുക്കുക, ശ്രീകാന്തിന് കൊടുക്കുകയാണ്, അതേപോലെ തന്നെ രേവതിക്കും വിളമ്പി കൊടുക്കുകയാണ്, എല്ലാവർക്കും വിളമ്പി വെക്കുക. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് സഹിച്ചില്ല. അപ്പം ചന്ദ്ര അവിടെ നിന്ന് എണീറ്റിട്ട്, അതെ ഇതിവിടെ പറ്റില്ല കേട്ടോ, ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അവിടെ ഊണുമേശ ഉണ്ടല്ലോ, അവിടെ പോയി നിങ്ങൾക്ക് കഴിക്കാമല്ലോ, എന്തിനീ ഹാളൊക്കെ കിടന്ന് അലമ്പാക്കുന്നത്, ഇതിവിടെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. എൻ്റെ പൊന്ന് ചന്ദ്രേ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ, അത് എവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം, നമ്മളെ വീടല്ലേ, വേറെ ആരുടെയല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് അഴുക്കായിട്ടുണ്ടെങ്കിലും അത് ക്ലീൻ ആക്കാൻ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നീ അതിൽ കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട ചന്ദ്രേ എന്ന് പറയുക. പറഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കാല് വഴിക്കാൻ. അങ്ങനെ ശ്രീകാന്ത് നേരെ ഒരു പ്ലേറ്റ് ബിരിയാണി എടുത്തുണ്ട് സുധിയുടെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനെ കഴിക്കുക. സച്ചിയാണെങ്കിൽ ചിക്കൻ കാലൊക്കെ എടുത്ത് വലിച്ച് പറിച്ച് കഴിക്കണം. ഓ നല്ല ഇറച്ചിയാണ് എൻ്റെ രേവതിയെ, ഇത് കഴിച്ചിട്ടും മതിയാവുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ സുധിയോട്, എന്താ ഇച്ചിരി വേണം കഴിച്ചോളാനേ, അപ്പം നീ പോടാ, നീ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്നിങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് വ്രതമാണ്, ഞങ്ങൾക്ക് വലിയ കൊതിയൊന്നുമില്ല കേട്ടോ. പിന്നെ അമ്മേ, നമ്മുടെ വ്രതമെല്ലാം കഴിയുമ്പോൾ ഇത് ചിക്കൻ ബിരിയാണി അമ്മേ, നമുക്ക് മട്ടൻ ബിരിയാണി മേടിച്ച് കഴിക്കാം, നീ ഇത് പോടാ, നീ കാരണം ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നൊക്കെ ചന്ദ്രയും പറയാ. അപ്പോൾ സുധിയാണെങ്കിൽ ശ്രീകാന്തിനെ തന്നെ നോക്കി നിൽക്കുക. കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല സുധിക്ക്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ സുധിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും, എന്താ വാലിട്ട് നോക്കിയിരിക്കുന്നത്, കൊതിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവി പറയാണ്, എടാ നിങ്ങൾക്ക് വ്രതമല്ലേ, വ്രതമാണെങ്കിൽ ഇവിടെ ഇരുന്നിങ്ങനെ കൊതിയിടാതെ വല്ല റൂമിലേക്കും പോടാ, എണീറ്റ് പോടാ, എന്തിനാടാ ഞങ്ങൾ തിന്നുന്നത് നോക്കി വായിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവിയും ചോദിക്കുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ നാണം കെട്ടൊരവസ്ഥയിലായി പോകണം. ശ്രുതിയാണെങ്കിൽ ശ്രുതിയും കഴിക്കുന്നില്ല, ശ്രുതി ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കണം, മോളെ ശ്രുതി നിനക്ക് വേണ്ടേ, അല്ല നിനക്കും വ്രതമാണോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അതെ അവൾ കഴിക്കില്ല, അവൾക്ക് ബിരിയാണി ഇഷ്ടേ അല്ല. അപ്പോഴേക്ക് ശ്രുതി ഓടി വന്നിട്ട്, ആര് പറഞ്ഞു എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലാന്ന്, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലെന്ന് ഞാൻ ശ്രുതിയോട് പറഞ്ഞോ, ഇല്ലല്ലോ, പിന്നെ എന്തിനാണെന്നാണ് പറയുന്നത്, എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കുറച്ച് പ്ലേറ്റിൽ ബിരിയാണി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. ഓ എൻ്റെ ദൈവമേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദേ ശ്രുതി, ഒരുപാട് നന്ദി ശ്രുതി. എന്തിനാ എന്നോട് നന്ദി പറയുന്നത്, അല്ല ശ്രുതിക്ക് ആരോടാണ് കൂടുതലും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എൻ്റെ പേര് പറയാതെ അമ്മയുടെ പേര് പറഞ്ഞല്ലോ, അതിനാണ് ശ്രുതിയോട് ഞാൻ നന്ദി പറഞ്ഞത്. അങ്ങനെ എൻ്റെ പേരും വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ ബിരിയാണി കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കിടന്നിങ്ങനെ പൊട്ടി ചിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിലും, അല്ല ചന്ദ്രേ, അല്ലെങ്കിലും നിനക്ക് ബിരിയാണി വേണ്ടല്ലോ, ഇത് രേവതിയുടെ ഒരു ഇത് കിട്ടിയ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഇതല്ലേ, അതുകൊണ്ട് നീ ബിരിയാണി കഴിക്കില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ ബിരിയാണി കഴിക്കില്ലായിരുന്നു, എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ വൃദ്ധമായതുകൊണ്ടാണ് ബിരിയാണി കഴിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ബിരിയാണി എടുത്ത് കഴിച്ചാനായിരുന്നു. ഓഹോ അങ്ങനെയാണല്ലോ ചന്ദ്രേ, അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നീ ബിരിയാണി എടുത്ത് കഴിച്ചാനായിരുന്നു അല്ലേ, പിന്നെ അല്ലാതെ നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും ചിരി സഹിക്കാൻ പറ്റുന്നത്, കഴിച്ചോ, എൻ്റെ ദൈവമേ സൂപ്പർ ബിരിയാണിയാണ്, എന്നാലും എൻ്റെ ശ്രീകാന്ത് ഇതിൻ്റെ കൈപുണ്യം ആഭാരം തന്നെയാണ് കേട്ടോ, വെറുതെ അല്ല നിനക്ക് ആ ഫാൻസ് കൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കറിയാം സച്ചിയേട്ടനും ബിരിയാണി ഒത്തിരി ഇഷ്ടമല്ലേ, പിന്നെ അല്ലാതെടാ എനിക്ക് ബിരിയാണി ഒത്തിരി ഇഷ്ടമായി മോനെ, നമ്മൾ പാഴ്സൽ കിട്ടി വെച്ചാൽ ഇതെല്ലാം അഴച്ചല്ലോ അല്ലേ, ഇനി ഒരെണ്ണം പോലും ബാക്കിയില്ലല്ലോ, ഇല്ല അച്ഛാ ഒരെണ്ണം പോലും ബാക്കിയില്ല, ഇനി നമുക്ക് കഴിക്കാവുന്ന മാത്രമല്ലേ ഉള്ളൂ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് ശരിയാ, നമുക്ക് മാത്രം കഴിക്കാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണി കഴിച്ച് ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കലിയും വരികയാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ ശ്രുതിയോട് അരിശപ്പെടുകയാണ്, എന്താണ് നീ കാരണോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട്, ഏതായാലും വലിയൊരു നഷ്ടം സംഭവിച്ചാനായിരുന്നു ഞാൻ ഈ ബിരിയാണി കഴിച്ചില്ലായിരുന്നെങ്കിൽ, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു, ആ ശ്രീകാന്തിൻ്റെ കൈപ്പുണ്യേ അപാരം തന്നെയാണ്, അപാരം. എന്നാൽ നിങ്ങൾക്ക് വ്രതം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കണം. അമ്മേ ഇവള് പറയുന്നൊന്നും കാര്യം വെക്കണ്ട, ദൈവകോപം വലിച്ചു വെക്കരുത് അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അങ്ങനെ ആ കോള് പറ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഇങ്ങനെ പറയാ, ആണോ ഇപ്പം തന്നെയോ, ശരി ആയിക്കോട്ടെ, വളരെയേറെ നന്ദിയുണ്ട് ഇങ്ങനെ പറയുന്നത്, ശരിയാണല്ലേ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്
ഫോൺ വെക്കുക. അപ്പം ചന്ദ്ര ചോദിക്കണം, എന്താടാ, എന്താ കാര്യം? അത് പിന്നെ അമ്മേ, നമ്മൾ രക്ഷപ്പെട്ടു അമ്മേ, നമ്മുടെ ഭാഗ്യം കഴിഞ്ഞിട്ടില്ല അമ്മേ, നമുക്ക് ഭാഗ്യമുണ്ടമ്മ എന്ന് പറയണം. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയടാ. അത് പിന്നെ ആ മുട്ടയിൽ കൂടോത്രം എന്ന് പറഞ്ഞില്ലേ, അത് കൂടോത്ര മുട്ടയല്ല അമ്മേ, കൂടോത്ര മുട്ടയല്ലെന്നോ, പിന്നെ എന്താടാ എന്ന് ചോദിക്കുക. അതേ, ഈ അപ്പുറത്തെ കടയില്ലേ, കടയിലെ ഒരച്ഛനും മോനും കൂടി സാധനങ്ങൾ മേടിക്കാൻ വന്നായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് മഴ പെയ്തത്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കുടയില്ലായിരുന്നു. നേരെ നമ്മുടെ ഷോറൂമിൻ്റെ മുന്നിൽ നിന്ന് ഇവരവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ചെറുക്കൻ കൊച്ചി എന്താ ചെയ്യുന്നറിയാമോ, അവളെ കളിക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് സ്കെച്ച് പെൻ എടുത്തിട്ട് മുട്ടയിൽ ചുമ്മാ കണ്ണും മൂക്കൊക്കെ വരച്ച് വെച്ചതാമമ്മേ. എന്നിട്ട് അവിടെ വെച്ചിട്ട് കൊച്ചു പോയി. കൊച്ചാണെങ്കിലും മറന്നു പോവുകയും ചെയ്തു. ഇപ്പോഴേ നമ്മുടെ ഷോറൂമിലെ സ്റ്റാഫാ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക്, എടാ അപ്പം അത് കൂടോത്ര മുട്ടയായിരുന്നില്ല അല്ലേ? ഇല്ലമ്മേ, അത് കൂടോത്ര മുട്ടയായിരുന്നില്ല. എടാ മെനകെട്ടവനെ, എന്നിട്ട് നീ എന്നെ കൊണ്ട് വ്രതമല്ല എടുപ്പിച്ചില്ലേടാ, നിന്നൊക്കെ ഞാൻ എന്താ ചെയ്യണമെന്നറിയാമോ? അത് പിന്നെ അമ്മേ, കൂടോത്ര മുട്ടയെന്ന് വിചാരിച്ചല്ലേ വ്രതം എടുത്തു. അമ്മേ, ഇപ്പം നമുക്ക് സന്തോഷിക്കാമല്ലോ, നമുക്ക് ബിരിയാണി കഴിക്കാമേ. ഇത് അവസാനിച്ചല്ലോ, നമ്മൾക്ക് ഇനി വ്രതം ഇല്ലമ്മേ. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കും രണ്ടുപേർക്കും വിശക്കൊന്നുമില്ലേ? പിന്നെ വിശന്ന് കുടൽ കഴിഞ്ഞിട്ട് രക്ഷയില്ല, വാ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറി ബിരിയാണി ചെമ്പൊക്കെ കാണുക. അമ്മ 2 പ്ലേറ്റിങ് എടുക്കമ്മേ, നമുക്ക് ചിക്കൻ പീസ് തന്നെ നല്ല കുറേ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ബിരിയാണി ഇല്ല, ചിക്കൻ പീസും ഇല്ല, ഒന്നുമില്ല. പാത്രം കാലിയായിട്ട് അവസ്ഥ നിൽക്കുക. അപ്പോഴാണ് രവി അവിടെ നിന്ന് വരുന്നത്. രവിക്ക് ഈ കാഴ്ച കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല. ആകെ ചിരി കൊണ്ട് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുക. ഇവരാണെങ്കിൽ ചമ്മി നാളൊരു അവസ്ഥയിലായി പോവുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.